ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ജോലിക്കായി വിദേശത്ത് പോയതായിരുന്നു കയ്യുമ്മ. തൃശൂർ ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടിയിലുള്ള അവർ പക്ഷേ പിന്നീട് നേരിടേണ്ടി വന്നത് വലിയ പ്രതിസന്ധികളാണ്. ജോലിക്ക് പോയയിടത്ത് ഒരു അടിമയെപ്പോലെ കുറെ കാലം കഴിയേണ്ടി വന്നു. ആർക്കും സഹിക്കാൻ പറ്റാത്ത ക്രൂരതകളിലൂടെ കടന്നുപോയി. നല്ല തിളച്ച വെള്ളം കൊണ്ട് കഴുകാൻ പറയും. ഈ തിളച്ച വെള്ളം കൊണ്ട് നമ്മൾക്ക് കൈ മുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ കൈ നമ്മളെ കൊണ്ട് മുപ്പിക്കും. പിന്നെ അവർ ഭക്ഷണം തരില്ല. രക്ഷപ്പെട്ടുള്ള വഴികൾ ഞാൻ കണ്ടുപിടിച്ചു. കിടക്കാനുള്ളൊരു പഴുത് കിട്ടിയോടുകൂടെ അവർക്ക് കച്ചറ കൊണ്ടുപോകാൻ എന്തിനാണുള്ള വഴി ആയതായിരിക്കാം. അപ്പം ഞാൻ അങ്ങനെയാണ്ട് കാലൊക്കെ വെച്ച് നീക്കി അതൊക്കെ എടുത്ത് വെച്ച് അപ്പുറത്തേക്ക് കടന്നു. ഒടുവിൽ അബുദാബിയിലെ ആ വീട്ടിൽ നിന്നും ആരും കാണാതെ ഇറങ്ങിയോടി. ആ കാലഘട്ടം ഇന്നും ഒരു നോവാണ് കയ്യുമ്മയ്ക്ക്. അവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും നിയമ പോരാട്ടങ്ങളിൽ വിജയിച്ചെങ്കിലും വിദേശത്ത് തടവറയിൽ വരെ കിടക്കേണ്ടി വന്നു. നാട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ചെറുപ്പം മുതൽ കൂടെയുണ്ടായിരുന്ന അക്ഷരങ്ങളെ കൂട്ടുപിടിച്ചു. അവിടെ ആരംഭിക്കുകയാണ് കയ്യുമ്മയുടെ കവിതകൾ. പ്രണയത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും എല്ലാം അക്ഷരങ്ങളിലൂടെ സംസാരിച്ചു. ചെറിയ മുണ്ട അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ അവരെ പുസ്തകത്തിൽ ഞാൻ ചെറുപ്പം മുതൽ എഴുതുന്ന ആളാണ്. അങ്ങനെ എന്നെ ചെറിയ മുണ്ട എന്നെ വിളിച്ചു. ആ രചനകളൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞ് ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ അവതാരിക വെച്ച് അവർ നൂറിനാട് മോഹൻ എന്ന ഉണ്മ മാഗസിൻ്റെ അവർ അത് ഇറക്കി. പ്രണയത്തിൻ്റെ ആനന്ദ സ്വാതന്ത്ര്യം അതാണ് ആദ്യത്തെ കവിതാ സമാഹാരം. പിന്നെ എനിക്ക് പുസ്തകങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു കവിത എഴുതി കഴിഞ്ഞ് കണ്ടാൽ നമ്മൾക്ക് ഏറ്റവും ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ നമ്മൾക്കൊരു പ്രസവം, അപ്പോൾ ഒരു രചന നടന്ന് നമ്മളൊരു കുട്ടീനെ താലോലിക്കുന്ന പോലെ അത്രയും എനിക്കൊരു രചന, അത് തെറ്റുകൂടാതെ അതിലൊരു തെറ്റും ചിലപ്പോൾ എനിക്ക് അക്ഷരത്തെറ്റുകളൊക്കെ വരും. അത് പിന്നീട് മറ്റുള്ളവർ കണ്ടുപിടിക്കും. ഇപ്പോൾ കയ്യുമ്മയ്ക്ക് എഴുത്താണ് ജീവിതം. അതിലൂടെ പഴയ കാലങ്ങളെല്ലാം മറന്ന് പുതിയ സന്തോഷം കണ്ടെത്തുന്നു. മകളോടൊപ്പം കോട്ടപ്പടിയിലെ വീട്ടിലാണ് താമസം. എഴുത്തിൻ്റെ വഴികളിലൂടെ കയ്യുമ്മ യാത്ര തുടരുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ തൻ്റെ സ്വപ്നങ്ങളും എല്ലാം പുസ്തകങ്ങളിലൂടെ എല്ലാവർക്കും മുന്നിലേക്കും അവതരിപ്പിക്കുകയാണ് കയ്യുമ്മ. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.